ഹലോ നമസ്കാരം. എല്ലാവർക്കും ഗൗതം റിയാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്റെ പേര് ഗൗതം. എന്റെ പേര് കനക. അപ്പൊ ഇന്ന് ഡേ 13 ലാലേട്ടന്റെ എപ്പിസോഡാണ്. അതിന്റെ റിവ്യൂ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോ ഇന്നത്തെ മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഈ ഗിസയിലും അനുവും തമ്മിലുള്ള പ്രശ്നത്തെ കുറിച്ചിട്ട് ലാലേട്ടൻ വന്നിട്ട് അത് സോൾവ് ചെയ്യുന്നുള്ളത്. പക്ഷെ നമ്മൾ വിചാരിച്ച രീതിയിൽ ആ കാര്യങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോയോ? അല്ല, ഗിസൈലിന്റെ ഇഷ്യൂ എന്ന് പറയുന്നത് ഗിസൈലിന് റൂള് ബ്രേക്ക് ചെയ്യുന്നത് അത് കാര്യമായിട്ട് അങ്ങോട്ട് എടുത്തായിട്ട് എനിക്ക് തോന്നിയില്ല. അതെ, കാരണം 3-4 വാർണിംഗും കാര്യങ്ങളും ഒക്കെ കിട്ടിയതല്ലേ. അപ്പൊ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് കാര്യങ്ങൾ അതിനു വേണ്ടി കൊടുക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷെ CID പണി എടുത്തെടുത്ത് ലാസ്റ്റ് അനുവിന് 8ന്റെ പണി അത് അനു തന്നെ വരുത്തി വെച്ചതാണ്. അതെ, അനുവിന്റെ വായും അതേപോലെ തന്നെ കൈയും കുറച്ചൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി പാളും. ഇതൊക്കെ പുറത്ത് സംസാരിച്ചതിൽ കുഴപ്പമില്ല, പക്ഷെ ഇത് ഒരു ഷോയിൽ വന്ന് ചില വേർഡുകൾ പറയുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇന്നത്തെ എനിക്ക് പണി കിട്ടൂ എന്നുള്ളത് മനസ്സിലായി. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അതിഥികളായിട്ട് 2 പേര് വന്നിരുന്നു. അപ്പൊ പുറത്തു പോയ ആൾക്കാർ 2 തിരിച്ചു കയറിയിട്ടുണ്ട്. അതായത് ശാരികയും അതേപോലെ തന്നെ ഒനിയിലും വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ അനീഷിന്റെ ഗെയിം എടുത്തു കാണിച്ച് നല്ല വിസ്തരിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അനീഷിനൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ. ആള് പിന്നെയും ഞാൻ പിടിച്ച മുയലിന് 100 കൊമ്പ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ലാലേട്ടൻ ഭയങ്കര തത്രപ്പാടില് നോക്കി, പക്ഷെ ഒരു കാര്യമില്ല, അനീഷ് മാറാൻ പോകുന്നില്ല. അതിന് കാര്യമായിട്ട് നമ്മുടെ പഴയ ബിഗ് ബോസില് ആൾക്കാര് നന്നായിട്ട് ഗെയിം കളിച്ചവരുടെ സ്ട്രാറ്റജി വേറെ പറഞ്ഞു കൊടുത്തിട്ടും ഒരു രക്ഷ അനീഷിനില്ല കേട്ടോ. ഞാനിപ്പോഴും ജെന്യൂൻ ആണ്, ഞാൻ അങ്ങനെയാണ് നിൽക്കുന്നതെന്നും പറഞ്ഞിട്ട് അനീഷ് നിൽക്കുന്നത്. പിന്നെ കൂടുതൽ ഇനി ലാലേട്ടനും പറയാൻ പോയിട്ടില്ല. അപ്പോ ഇന്നൊരാൾ എവിക്റ്റ് ആയേക്കാണ് കേട്ടോ. അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളായി പോയല്ലേ. അതെ, ആള് ഗെയിം വെച്ച് ഒന്ന് കളിച്ചു വന്നതായിട്ട് തോന്നിയതായിരുന്നു. ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യമേ ഒരു ബിഗ് ബോസിൽ ആദ്യമേ ഗെയിം കളിച്ച് തുടങ്ങണം എന്ന് തന്നെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇന്ന് എവിക്ഷൻ നടന്നതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പൊ അത് മാത്രമല്ല, നമ്മുടെ റോബോട്ടിക് ഡോഗിനെ ഉള്ളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കിട്ടോ എല്ലാവർക്കും. അപ്പൊ ഇനി തൊട്ട് നമുക്ക് ഒരു അതിഥിയായിട്ട് ആളെ കൂടെ കാണാൻ പറ്റുന്നതാണ് സ്പൈക്കുട്ടൻ. അതെ, സ്പൈക്കുട്ടൻ എന്നാണ് പേരിട്ടേക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ റിവ്യൂ എങ്ങനെയാണെന്നും ഇന്നെന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്നും ഒന്ന് കണ്ടിട്ട് വരാവേ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള ബിഗ് ബോസ് റിവ്യൂവും റിയാക്ഷനും ഒക്കെ നമ്മൾ ഡെയിലി ഇടുന്നതായിരിക്കും. അതേപോലെ തന്നെ ലൈവിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അതും വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പൊ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിലൂടെ നിങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ്. അങ്ങനെ ലാലേട്ടന്റെ എൻട്രിയോടെ എപ്പിസോഡ് തുടങ്ങിയാണ്. ഒരു റെഡ് കളർ ഒരു ഫ്ലോറൽ ഷർട്ടാണ് ആളിട്ടേക്കുന്നത്. നല്ല രസമുണ്ട്. ആള് ചെറുപ്പമായിരുന്നു. നമ്മളൊക്കെ വയസ്സാവും തോറും ആള് ചെറുപ്പമായിക്കൊണ്ടിരിക്കുന്നു. നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കാണാൻ. ആളുടെ ഇപ്പോഴത്തെ തീമെല്ലാം നല്ല രസമുണ്ട്. ഏകദേശം എല്ലാം ഒരു സെയിം കണക്ക് തന്നെയായിരുന്നു, മുണ്ടും ഷർട്ടും എന്ന രീതിയിലൊക്കെ ആയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ആഴ്ച നടന്ന ഇൻസിഡൻസ് എല്ലാം ആള് പറഞ്ഞു. അങ്ങനെ മൊത്തം വീഡിയോസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇന്നും നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. കാര്യം കഴിഞ്ഞ ആഴ്ച കുറെ ഇൻസിഡൻസ് ഉണ്ടായിരുന്നു കാണാൻ. റീക്യാപ്പ് എല്ലാം കാണിച്ചതിന് ശേഷം നമ്മുടെ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്, ടെലിവിഷനിലാണെങ്കിലും ഹോട്ട്സ്റ്റാറിലാണെങ്കിലും ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് കിട്ടിയ ഒരു സീസൺ ആണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതിൽ ഭയങ്കര സന്തോഷമൊന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫ്രൈഡേയിൽ നടന്ന കാര്യങ്ങളാണ് കാണിച്ചത്. അപ്പൊ ഫ്രൈഡേയില് കുറച്ച് ആദ്യം ഒന്ന് കാണിക്കുള്ളൂ. അപ്പൊ വെള്ളിയാഴ്ച രാത്രി ഷാനവാസ് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഷാനവാസ് ആണല്ലോ ക്യാപ്റ്റൻ. അപ്പൊ നമ്മുടെ അനീഷ് വന്നിട്ട് പറയുന്നുണ്ട്, ഷാനവാസിന്റെ ഡ്യൂട്ടി ആണ്ട്, എടാ മറക്കരുതേ, ഇത് നിന്റെ ഡ്യൂട്ടി ആണ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഷാനവാസിന്റെ അടുത്ത് വന്ന് പറഞ്ഞു കേട്ടോ. അതായത് ജയിലിൽ പൂട്ടുന്നതോ തുറക്കുന്നതോ എന്തോ കാര്യമാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഷാനവാസിന് കളിപ്പ് വന്നിട്ട് ഷാനവാസ് ഈ തലങ്ങണ എടുത്ത് എറിഞ്ഞു. അത് 8:05 രാവിലെ ആയിരുന്നു. അതായത് ഇവർക്ക് ബാത്റൂമിൽ പോകാൻ കണ്ട് തുറന്നു വിടണമല്ലോ ജയിലിൽ നിന്ന്. അത് ക്യാപ്റ്റന്റെ ഡ്യൂട്ടിയാ. അതാണ് ഈ അനീഷ് വന്ന് പറയുന്നത്. അതെ, അപ്പോ തലങ്ങണ എടുത്ത് എറിയുന്നുണ്ട്, തിരിച്ച് അനീഷ് എറിയുന്നുണ്ട്, തിരിച്ച് ഷാനവാസ് എറിയുന്നുണ്ട്, തിരിച്ച് വീണ്ടും അനീഷ് എറിയുന്നുണ്ട്. അപ്പൊ ഷാനവാസ് വേഗം ഇങ്ങനെ ചെയർ എടുത്ത് ഇങ്ങനെ പൊക്കി കാണിച്ച് അടിക്കുക എന്നുള്ള രീതിയിൽ, എന്നിട്ട് അവിടെ അത് തിരിച്ചു വെച്ചു കേട്ടോ. എന്നിട്ട് ഷാനവാസ് തന്നെ പറയുന്നുണ്ട്, ഒരു മോർണിംഗ് ആണ്, എന്നിട്ട് വന്ന് കഴുതേന്ന് വിളിക്കുന്നെന്ന്. അതായത് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഒരു രാവിലെ ഒരു മനുഷ്യൻ എണീക്കുമ്പോൾ വന്ന് കഴുതേന്ന് വിളിച്ച് സംസാരിക്കാൻ നോക്കുമ്പോ അപ്പൊ അനീഷ് ഗാർഡനിൽ പോയി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് അനീഷ് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് അങ്ങനെ വിളിക്കാനായിട്ടുള്ള അർഹത ഉള്ളതുകൊണ്ടാണ് വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ
ഒരു മര്യാദ ഉണ്ടെങ്കിൽ വിളിക്കാൻ നോക്കുമ്പോൾ നിന്റെ അച്ഛനോട് പറയുന്നത് നമ്മുടെ ഷാനവാസ് സാർ കേട്ടോ. അത് ലൈവില് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് അനീഷിന് ഭയങ്കര വിഷമമായി കേട്ടോ. അനീഷ് ഇങ്ങനെ കരയുന്ന പോലെ ടിഷ്യൂ പേപ്പർ ഒക്കെ എടുത്ത് തുടയ്ക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, ആരും കാണാതിരുന്നിട്ട്. എന്നിട്ട് ലൈവിൽ തന്നെ ഉണ്ടായിരുന്നു. അതായത് അനീഷ് പറയുന്നുണ്ട്, ഷാനവാസ് രണ്ടാമത്തെ വട്ടമാണ് ഇങ്ങനെ വീട്ടിലുള്ള ആളെ വിളിക്കുന്നത്, ഇത്രയെങ്കിലും മര്യാദ ഉണ്ടെങ്കിൽ അത് വിളിക്കുമോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോ അനീഷ് പറയുന്നുണ്ട്, സംസ്കാരം ഉണ്ടെങ്കിൽ നീ അങ്ങനെ ചെയ്യൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് സംസ്കാരം ഉള്ളവരടുത്ത് പോയി പറഞ്ഞാൽ പോരെ നോക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഇത് ബിഗ് ബോസിനുള്ളിലായത് കൊണ്ടാ, ഇല്ലാണെങ്കിൽ നിന്റെ കൈയും കാലും കാണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ലൈവില് നമ്മുടെ എപ്പിസോഡിൽ അത്രേ കാണിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് ഷാനവാസ് പോയി അനീഷിനോട് സോറി പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അതെന്താ കാണിക്കാതിരുന്നേന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിപ്പോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലല്ലേ നിക്കണേ. അതായത് ഒരു അനീഷ് മരക്കഴുതി എന്ന് വിളിച്ചപ്പോഴത്തേക്കും ഷാനവാസ് തന്തയ്ക്ക് വിളിച്ചു എന്ന രീതിയിലേക്ക് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത്. അല്ലെ സോറി പറഞ്ഞതോ അവര് പ്രോബ്ലം സോൾവ് ചെയ്തൊന്നും വെളി വന്നിട്ടില്ല. ഇനി എപ്പിസോഡിൽ നാളത്തെ ഇനി അത് എടുത്ത് പറയുമ്പോ കാണിക്കുമോ എന്ന് അറിയത്തില്ല. അതെ, അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഒരു ഡൈനിങ് ടേബിളിന്റെ ഏരിയയിൽ ഗിസയിലും ഗിസയിലും കൂടി സംസാരിക്കുന്നത്. അതായത് അഭിലാഷിന് ഇവരുടെ ഈ ഗിസലിന്റെ അനുവിന്റെ തർക്കം ഒന്ന് സോൾവ് ചെയ്യണോ എന്നുള്ള ഒരു രീതിയുണ്ട്. അഭിലാഷിന്റെ ഗെയിം നല്ല രീതിക്ക് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ആദ്യത്തെ ആഴ്ചയിൽ ഈ കിടന്ന് ബേളം വെക്കും, അതിൽ നിന്ന് നല്ല അല്ലേ ഗെയിം മനസ്സിലാക്കി കളിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു മധ്യസ്ഥ വഹിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഗിസയിലും ഓക്കെയാണ്, ഗിസലിന് കുഴപ്പമൊന്നുമില്ല. ഗിസലിന് പിന്നെ അത്ര എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും ആ രീതിയിലൊക്കെ സംസാരം. പക്ഷെ അനു ഒരു തരത്തിൽ അടുക്കുന്നില്ലായിരുന്നു, അനുവിന് ഒട്ടും പറ്റത്തില്ല എന്ന രീതിയിലായിരുന്നു അനു സംസാരിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ അനു അടുക്കുന്നില്ല, കാരണം അനുവിന് അത്രയും ദേഷ്യം കാണുമല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും നമ്മുടെ ലാലേട്ടന്റെ എപ്പിസോഡിന് വേണ്ടിയിട്ടുള്ള ഡാസ്ലറിന്റെ മേക്കപ്പ് ഇടുന്നതായിട്ട് എല്ലാവരും കാണിച്ചിട്ടു. ഇത് തന്നെയാണ് നമ്മുടെ ലാലേട്ടൻ വരുന്നതും. പിന്നീട് സാറ്റർഡേ നടന്ന ഇന്നത്തെ എപ്പിസോഡുകളുമാണ് കേട്ടോ നടന്നത്. അങ്ങനെ ലാലേട്ടൻ എല്ലാവരുടെയും ലാലേട്ടന്റെ മുമ്പിൽ എല്ലാവരും നല്ല രീതിക്ക് നല്ല ഒരുങ്ങിയൊക്കെ വന്ന് നിന്നപ്പോണ്ട്. അതായത് സാധാരണ പേക്കോലം ആയിരുന്നല്ലോ, ഇന്ന് എല്ലാവരും ഒരുങ്ങി നിന്നപ്പോ ഒരു ഐശ്വര്യം ഉണ്ടായിരുന്നു അല്ലേ, എപ്പിസോഡ് കാണാൻ ഒരു രസം ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ലാലേട്ടൻ എല്ലാവരോടും ചോദിച്ചു മിഡ് വീക്ക് സസ്പെൻഷൻ എങ്ങനെ ഉണ്ടായിരുന്നു, അതിനൊക്കെ ഗെയിമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, സപ്പോർട്ടേഴ്സ് എല്ലാം നല്ല രീതിക്ക് കളിച്ചോ എന്ന് ചോദിച്ചു. അപ്പൊ എല്ലാവരും ഒക്കെ തന്നെ കളിച്ച എന്നൊക്കെ നല്ല രീതിക്ക് പറയുന്നുണ്ട്. അതിനുശേഷം അനീഷിനെ എണീപ്പിച്ച് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു, സപ്പോർട്ട് ചെയ്തായിരുന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അനീഷിനോട് ചോദിച്ചു, ലാലേട്ടൻ തന്നെ അങ്ങോട്ട് ചോദിച്ചു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അനീഷ് പറഞ്ഞു ശത്രു മിത്രം എന്നല്ലേ, അങ്ങനെയാണ് നമ്മുടെ ഈ അപ്പാനിയും അനുവിനെയും സെലക്ട് ചെയ്തത് എന്നിങ്ങനെ. അതായത് ഒരു ഗെയിം പ്ലാനോടെ തന്നെയാണ് നമ്മുടെ അനീഷ് സെലക്ട് ചെയ്തതെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അങ്ങനെ പക്ഷെ അവര് നല്ല രീതിക്ക് കളിച്ചില്ല. കീ എടുക്കുന്നത് അപ്പാനി എപ്പോഴും നിലത്തിടുക അല്ലെങ്കിൽ ഇതായിട്ട് എടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അനു അതേപോലെ തന്നെ ഈ ഗ്ലൗ ഒന്നും ഇട്ടില്ല, ഗിയർ ഒന്നും ഇടാതെ എടുത്ത് ചാടി എന്നൊക്കെ ഇങ്ങനെ എടുത്തു പറഞ്ഞു. അവരുടെ ഒരു ഫോൾട്ട് എന്ന രീതിയിൽ അവരെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നു. അതിനുശേഷം ലാലേട്ടൻ അപ്പാനിയോടും അനുമോളോടും ചോദിച്ചു. അങ്ങനെ അപ്പാനി പറയുന്നത് നല്ല ആത്മാർത്ഥതയോടെയാണ് ഞാൻ കളിച്ചത്, പിന്നെ പുള്ളിക്കാരൻ അങ്ങനെ ചിന്തിച്ചതാ, നല്ല രീതിക്ക് കളിക്കണം തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്, അത് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അനുമോളും സെയിം അത് തന്നെ പറഞ്ഞത്, നല്ല രീതിക്ക്. പിന്നെ അതിനുശേഷം ശാരികയുടെ സപ്പോർട്ടറായ ബിന്നിയെ വിളിച്ചു, ബിന്നിയെടുത്ത് ചോദിച്ചു. കാര്യം ശാരികയും പറഞ്ഞല്ലോ സപ്പോർട്ട് നല്ല രീതിക്ക് ചെയ്തില്ല, കളിച്ചില്ല, ബിന്നി കളിച്ചില്ല എന്ന്. അങ്ങനെ ശാരിക ഔട്ടായതുകൊണ്ട് ശാരികയെടുത്ത് ചോദിക്കാൻ പറ്റില്ലല്ലോ, അതങ്ങനെ ബിന്നിയെടുത്ത് ചോദിച്ചു. ബിന്നിയെടുത്ത് ചോദിച്ചപ്പോൾ ശാരിക ഇതണക്ക് പറഞ്ഞു നല്ല രീതിക്ക് കളിച്ചില്ല എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ ഞാൻ നല്ല രീതിക്കാണ് കളിച്ചത്, നല്ലൊരു പ്ലാനോടൊക്കെ ആയിരുന്നു ഞങ്ങൾ പറഞ്ഞത്, പക്ഷെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. അതോ ആദിൽ നൂറയെടുത്തും ചോദിച്ചു, അവരായിരുന്നല്ലോ പാർട്ണർ. അപ്പൊ അവരും പറഞ്ഞത് തന്നെയാണ്, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്, പ്ലാൻ ചെയ്തൊക്കെയാണ് പോയത് പക്ഷെ നടന്നില്ല എന്നുള്ളത്. അല്ല അങ്ങനെയല്ല, ബിന്നിയുടെ അടുത്ത് അവർക്കൊരു ചെറിയ ദേഷ്യം ഉണ്ടായിരുന്നു. കാരണം എന്താന്ന് വെച്ചാല് ലാസ്റ്റ് മിനിറ്റ് വരെ 2-3 വട്ടം ചോദിച്ചപ്പോഴും ബിന്നി പോവാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് മിനിറ്റ് ആയപ്പോ പോവില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചെറിയൊരു ഇത് വന്നു എന്ന് പറഞ്ഞു കേട്ടോ. അതേപോലെ എല്ലാവരോടും തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ സരികയോട് ചോദിച്ചപ്പോ പറഞ്ഞ് ഹാപ്പിയാണ്, ഒരു ടീമായിട്ടാണല്ലോ ചെയ്യേണ്ടത്. അപ്പം ഞാൻ ചെയ്യേണ്ട കാര്യത്തിന് എനിക്ക് ഒരു ടീമായിട്ട് 2 പേരെ കൂടെ ഹെൽപ്പിന് കിട്ടിയപ്പോ ഞാൻ ഹാപ്പിയാണെന്ന് തോന്നുന്നു. അതേപോലെ രേണു പറഞ്ഞു എനിക്ക് സ്പിരിറ്റ് കുറവായിരുന്നു, എനിക്ക് കുറച്ച് വൈകായ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് രേണു പറഞ്ഞു കേട്ടോ. എന്നിട്ട് റെന ഫാത്തിമ എടുത്ത് ചോദിച്ചപ്പോൾ ഹെൽപ്പേഴ്സ് ഒക്കെ അടിപൊളിയായിരുന്നു, നല്ല രീതിയിൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് റെന ഫാത്തിമയും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അങ്ങനെ ലാലേട്ടൻ പറയുന്നുണ്ട് എല്ലാവർക്കും നല്ല ഡ്രസ്സ് കിട്ടുകയൊക്കെ ചെയ്യും, നല്ല രീതിക്ക് ഗെയിം കളിച്ചാൽ കിട്ടും, നിങ്ങൾ ഗെയിം കളിച്ച് നേടണമെന്ന് ലാലേട്ടൻ എടുത്തു പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അനീഷിന് കൺഗ്രാജുലേഷൻ പറയുന്നുണ്ട് ജയിച്ചതിന്. നല്ല രീതിക്ക്, അതായത് അവസാന നിമിഷം പുള്ളിക്കാരൻ നല്ല രീതിക്ക് കളിച്ച് ജയിച്ചില്ലേ, ബാക്കിൽ നിന്ന് ഏറ്റവും അവസാനം നിന്ന് പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് വന്ന് ഉനിയലിന്റെ പോയിന്റ് എടുത്തിട്ട്. അപ്പൊ അതിന് ഒന്ന്
അപ്ലോസ് ചെയ്തായിരുന്നു. ആള് നല്ല രീതിക്ക് കൺഗ്രാജുലേറ്റ് ചെയ്ത് എല്ലാവരും നല്ല കയ്യടിയൊക്കെ ആയിരുന്നു അതിന്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അനീഷിനെ ലാലേട്ടൻ കൺഗ്രാറ്റ്സ് ചെയ്യുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയത് അനീഷായിരുന്നല്ലോ ആ മിഡ് വീക്ക് സസ്പെൻഷൻ ടാസ്കില്. പിന്നെ അതേപോലെ തന്നെ ഡ്രസ്സിന്റെ കാര്യത്തിൽ പറയുന്നുണ്ട്, ഡ്രസ്സ് എല്ലാവരും കളിച്ചു വാങ്ങിക്കുക, അതിനാണല്ലോ ഇങ്ങനെ ഈ ഒരു സീസൺ തീം അങ്ങനെ വെച്ചേക്കണേ, ഏഴിന്റെ പണിയാണ്. അപ്പോൾ എല്ലാവരും കളിച്ചു വാങ്ങിക്കുക എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. പിന്നെ പണിപ്പുരയിലൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ കളിച്ചു വാങ്ങുന്ന പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ലാലേട്ടൻ പറയുന്നുണ്ട്, ആരാണ്ടൊക്കെ പറഞ്ഞിരുന്നല്ലോ ഇനി ആർക്കും ഒരു സഹായം പറഞ്ഞു കൊടുക്കത്തില്ല, സംസാരിക്കത്തില്ല, മിണ്ടത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോ ആരി ഇങ്ങനെ കൈവെക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അനീഷ എന്താ പ്രശ്നം എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അനീഷ് എണീറ്റിട്ട് പറയുന്നുണ്ട്, ഞാൻ ഔട്ട് ആവണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, ഞാൻ ആത്മാർത്ഥമായിട്ടാണ് കളിക്കുന്നത്, ഞാൻ എല്ലാവരും എന്നെ ഔട്ടാക്കണം എന്ന രീതിയിലാണ് ആഗ്രഹിക്കുന്നത്, അതാണ് പ്രശ്നം എന്നൊക്കെ പറയുമ്പോഴത്തെ ആര്യനെ എണീപ്പിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആര്യം പറയുന്നുണ്ട്, ഇതിന് ടാസ്കില് അവസാനത്തെ ടാസ്ക് ഉണ്ടായിരുന്നല്ലേ ഈ സസ്പെൻഷൻ ടാസ്കില്, അല്ല അവസാനത്തെ ടാസ്കില് എങ്ങനെ കളിക്കാന്ന് ഇങ്ങനെ നീ നല്ലോണം കളിക്കുന്നതല്ലേ ആര്യ, എങ്ങനെ കളിക്കാന്ന് ഇങ്ങനെ അനീഷ് വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അനീഷ് ഇങ്ങനെ ആര്യൻ അനീഷിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഗെയിമിന്റെ കാര്യങ്ങളൊക്കെ. അത് കളിച്ച ശേഷം അതിന്റെ രണ്ടാമത്തെ ഭാഗം വന്നപ്പോഴത്തേക്കും ആര്യൻ വന്ന് അനീഷിനോട് ഗെയിമിനെ പറ്റി പറയുമ്പോഴത്തേക്കും നീ പറയണ്ട, എനിക്കറിയാം ഗെയിം കളിക്കാൻ എന്നിങ്ങനെ രീതിയിൽ പറഞ്ഞായിരുന്നു. അപ്പം അത് ബാക്കിയുള്ളടത്ത് വിഷമം പറഞ്ഞപ്പം ആര്യൻ പറഞ്ഞായിരുന്നു, അമ്മയെ കൊണ്ടൊക്കെ സത്യം ചെയ്തത് ഞാൻ ഇനി അയാളോട് മിണ്ടില്ല എന്നൊക്കെ, ആർക്കും സഹായം ചെയ്ത് കൊടുക്കില്ല എന്നൊക്കെ. അതാണ് ലാലേട്ടൻ എടുത്ത് ചോദിച്ചത്. അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട്, ഇനി സഹായിക്കത്തില്ലേ, ഹെൽപ്പ് ചെയ്യത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊരു നോർമലി ഒന്ന് പറഞ്ഞു പോയതാ, വിഷമത്തിന് പറഞ്ഞു പോയതാ എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ആ ടോക്ക് അവിടെ അങ്ങനെ കഴിഞ്ഞു. പിന്നെ അതിനുശേഷം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ആര്യനും ഗിസലും അനീഷും ഇംഗ്ലീഷിൽ കിടന്ന് സംസാരിക്കുന്നത്, ഇതൊരു ബിഗ് ബോസ് മലയാളം ഷോയാണ്, സബ് ടൈറ്റിൽ വെക്കേണ്ടി വരും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു രസകരമായ ഒരു സംഭാഷണത്തെ അത് നിർത്തി, ഇനി ആവർത്തിക്കരുത് എന്ന രീതിയിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് വേറെ രണ്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഗിസയിലിനോട് നമ്മുടെ ലാലേട്ടൻ നല്ല പറയുന്നുണ്ട് കേട്ടോ. കാരണം ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരുന്ന ഗിസയില് അനീഷിനോട് ചോദിക്കുന്നത് എന്തിനാ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. അതേപോലെ വേറൊരു കാര്യവും നടന്നിട്ടുണ്ട്. നമ്മുടെ ശരത്തിനോട് പറയുന്നുണ്ട്, അനീഷിന്റെ ചെവിയിൽ കയറി ഇരുന്ന് സംസാരിക്കുക, ഇത്രയും ഷൗട്ട് ചെയ്യാതെ കുറച്ച് സംസാരിക്കുന്ന പറഞ്ഞിട്ട് ശരത്തിനോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇന്നലത്തെ റിവ്യൂല് ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അനീഷ് ചെവിക്കകത്ത് കയറി അല്ല അപ്പാന് ചെവിക്കകത്ത് കയറി പോകുമെന്ന് തോന്നുന്നു. അതെ. അപ്പോ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ പണിപ്പുരയിലെ ആ ടാസ്കിനെ കുറിച്ചിട്ടാണ് ലാലേട്ടൻ ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ അതില് എല്ലാവരും നന്നായി കളിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്നിട്ട് നമ്മുടെ ഗിസൈലിനോട് ചോദിക്കുന്നു, മേക്കപ്പ് ഐറ്റംസും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ, ഇതൊക്കെ ഇല്ലാതെ ജീവിക്കാൻ പഠിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഗിസൈൽ പറയുന്നുണ്ട്, ഇപ്പൊ ഇൻട്രസ്റ്റ് ഇല്ല, മുടി ചീവാൻ പോലും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, ഞാൻ ഇങ്ങനെ ആയിപ്പോയി. അതായത് അടുത്ത കണക്കാണ് കേട്ടോ ഗിസൈൽ പറയണ, മൊത്തത്തിൽ എനിക്ക് എന്നുള്ള രീതിയിൽ ഗിസയില് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, CID അനു ആണല്ലോ, എന്ത് പറയാനെന്ന് നോക്കുമ്പോൾ അനു പറയുന്നുണ്ട്, ഈ ഗിസയില് ടിൻറ്റും ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പം പോയി ഫേസ് വാഷും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ലൈറ്റ് ഒക്കെ ഓഫായി കഴിയുമ്പോൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഗിസയിൽ പറയുന്നുണ്ട്, ഇവിടെ എല്ലാവരും നമ്മുടെ ആ റൂമിൽ ചേഞ്ചിങ് റൂമിൽ പോയിട്ട് ടിൻറ്റും ലിപ്സ്റ്റിക്കും ഒക്കെ ഇടുന്നുണ്ട്, എന്നിട്ട് ആരും അത് പറയില്ല, ഞാൻ ഇടുമ്പോൾ മാത്രമേ ഇവർക്കൊക്കെ പ്രശ്നമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അനു പറയുന്നുണ്ട്, അത് ഞാൻ ഒരു വട്ടം മാത്രമാണ് ചെയ്തത്, പിന്നെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ നമ്മുടെ ഗിസയിൽ പറയുന്നുണ്ട്, ഈ എന്തായിരുന്നു മറ്റുള്ള ബീട്രൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്തിട്ട് ഇവിടെ ഉള്ളവർ യൂസ് ചെയ്യുന്നുണ്ട്, അതിനൊന്നും ഒരു പ്രശ്നമില്ലെന്ന് പറയുമ്പോഴും നമ്മുടെ അനു പറഞ്ഞ അതൊരു ഒരു വട്ടം മാത്രമേ, പക്ഷെ ഒരു വട്ടമല്ല കുറെ വട്ടം അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്നുണ്ട് ശ്രദ്ധിച്ചാ, ഗിസേൽ ഈ പറയുമ്പോഴൊന്നും അനു കട്ടെടുത്തൊന്നും പറയുന്നില്ല. ഇന്നലെയൊക്കെ എന്നാ ഫുള്ള് കട്ടെടുത്ത് ഇത് കട്ടെടുത്ത് പറഞ്ഞു കള്ളി ഇതൊക്കെ വിളിച്ചോണ്ടിരുന്ന, ഇന്ന് അനങ്ങുന്നില്ല അതൊന്നും. അതേപോലെ അപ്പൊ നമ്മുടെ ഗിസയില് തിരിച്ച് ടാക്കിൾ ചെയ്യാൻ വേണ്ടി പറയാണ്, എപ്പോഴും നോക്കും കിച്ചൺ ക്യാപ്റ്റൻ ആയിട്ട് പോലും ഫുഡ് വന്നിട്ടൊക്കെ ഇങ്ങനെയൊക്കെ നിന്നിട്ട് വന്ന റൊട്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ അവൾ എപ്പോഴും എന്റെ കാര്യം നോക്കും, അപ്പൊ ഞാൻ തിരിച്ച് അവളുടെ കാര്യം ശ്രദ്ധിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട്, അതേപോലെ അവൾ എപ്പോഴും എന്റെ കബോർഡും കാര്യങ്ങളൊക്കെ വന്ന് ശ്രദ്ധിച്ച് ഇങ്ങനെ പരിശോധിക്കും, ഇറ്റ്സ് നോട്ട് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗിസയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോ നമ്മുടെ ലാലേട്ടൻ തിരിച്ച് ഗിസയിലിനോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും കാണാതെ പോയോ എന്ന് ചോദിക്കുമ്പോൾ ഗിസയിൽ പറയുന്നുണ്ട്, എൻ്റെ ഒരു 2-3 സാധനങ്ങൾ കാണാതെ പോയി, നെവിനോട് ഞാൻ ചോദിച്ചായിരുന്നു ആദ്യം എടുത്തോന്ന്,
പിന്നെ അനുമോളാണ് എടുത്തോന്നൊരു ഡൗട്ട്. അതെ, എപ്പോഴും ബെഡ് നോക്കുന്നോണ്ട് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാസ്മ ടിവിയിലെ വീഡിയോ കാണിക്കുന്നു. ഡൗട്ട് ഉണ്ടെന്നല്ല പറഞ്ഞത്, എടുത്തിരിക്കാം. അങ്ങനെ മുമ്പ് ഇങ്ങനെ നോക്കുന്നോണ്ട് എടുത്തിരിക്കാൻ തോന്നുന്നു. പക്ഷെ ഇന്നലെയൊക്കെ പറഞ്ഞ ആൾ എടുത്തത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ലാലേട്ട ഒരു കുറുമ്പടം, അതായത് ഷോർട്ട് വീഡിയോ കാണിക്കുന്നുണ്ട്. അതിൽ ബിഗ് ബോസ് ടീമുകൾ വന്നിട്ട് ഓരോന്നും ഇങ്ങനെ ഗിസേലിന്റെ ഓരോ സാധനങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഓയില്, പെർഫ്യൂം, പിന്നെ വൈബ്സ്, ബെഡ് വൈബ്സ് ഉണ്ടല്ലോ അത് ഇപ്പോണ്ട്. പിന്നെ അതേപോലെ തന്നെ ബ്രേസ്ലെറ്റ് ഉണ്ട്, പിന്നെ ഒരു ലെഗിൻസ് പോലത്തെ ഒരു പാന്റ് ഉണ്ട്, എല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം എടുത്തോണ്ട് പോകുന്നുണ്ട്. അപ്പൊ അനുമോള് ഇതിന് മുമ്പ് വരെ ഇങ്ങനെ എടുത്തെടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ കാര്യം എന്നുള്ള രീതിയിൽ മുഖമൊക്കെ ഇരുന്നേ, ഇത് എടുത്തോണ്ട് പോകുന്ന ബിഗ് ബോസ് ടീം എടുത്തെന്ന് കണ്ടപ്പോഴത്തേക്ക് അനുമോളിന് സമാധാനം. അതെ, അപ്പൊ നമ്മുടെ അനു പറയുന്നുണ്ട് ഈ ഗിസയിൽ എന്ത് പോയി കഴിഞ്ഞാലും എന്നെയാണ് ലാലേട്ട പറയുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഗിസയിൽ പറയുന്നുണ്ട് എന്റെ ഫേസ് സെൻസിറ്റീവ് ആണ്, എനിക്ക് വെഡ് വൈബ്സ് ഇല്ലാതെ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് അതെന്നാ പിന്നെ എല്ലാവരുടെ മുമ്പിലും പറഞ്ഞൂടെ, അപ്പം ഇങ്ങനെ ഒളിച്ചു വെച്ചിട്ട് യൂസ് ചെയ്തല്ലോ, നമുക്കൊരു എത്തിക്സും കാര്യങ്ങളൊക്കെ ഒരു ഗെയിമിന് വേണമല്ലോ. അതങ്ങനെ പറഞ്ഞു, നിങ്ങക്ക് വേണമെങ്കിൽ കളിച്ചെടുക്കുക, അതാണ് തന്നെ, ഇല്ലെങ്കിൽ 7ന്റെ പണി തരുമെന്നും പറഞ്ഞ് ഗിസലിന് ഒരു നല്ലൊരു വാർണിംഗ് കൊടുക്കുന്നുണ്ട്. അതെ, അപ്പൊ നമ്മുടെ ഗിസയില് പറയുന്നുണ്ട് യെസ് ഐ റിഗ്രറ്റ് ഇറ്റ് എന്നും പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പം അടുത്തതാണ് ഭയങ്കര സീൻ കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ അനുവിനിട്ടുള്ള നല്ലൊരു ആപ്പ് നിന്ന് കിട്ടിയെന്ന് പറയും. 7ന്റെ പണി എന്ന് പറഞ്ഞാൽ പോരാ, ഇത് 8നേക്കാളും വലിയ പണിയായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഒന്നും അറിയാത്ത പോലെ കേട്ടോ, ഇവിടെ ആണുങ്ങളൊക്കെ മൊണ്ണകളാണെന്നും ഗിസേലിന്റെ ഗേൾ ഫ്രണ്ട് ആണെന്നൊക്കെ ആരെങ്കിലും പറഞ്ഞോന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അനയണിച്ചിട്ട് പറഞ്ഞത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു കേട്ടോ. അത് കേട്ടപ്പോ എല്ലാരും ഒന്ന് ഞെട്ടി, ആണുങ്ങളല്ല മൊണ്ണകളോ. അല്ല, ഇത് പറഞ്ഞത് മാത്രമല്ലെന്നേ, നമുക്ക് വീഡിയോ കൂടി ഇട്ട് കാണാം, ഒന്ന് മൂക്കട്ടെ. അങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടു. അപ്പൊ ഷോർട്ട് വീഡിയോയില് നമ്മുടെ അനു പറയുന്നുണ്ട് ഈ ഇവിടെയുള്ള ആണുങ്ങളെല്ലാം മൊണ്ണകളാണ്, ഇവിടെയുള്ള എല്ലാരും ഗിസേലിന്റെ ഗേൾ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ആണുങ്ങളൊക്കെ എന്നുള്ളൊരു രീതിയിൽ എല്ലാരും നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനുവിനോട് എന്താ അനു ഇത്, അപ്പൊ അനു പറയാണ് ഗിസേലിന് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ഇവരെല്ലാരും ഒറ്റക്കെട്ടായിട്ട് ഗിസേലിനെ സപ്പോർട്ട് ചെയ്യും, പക്ഷെ തിരിച്ചെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിൽക്കാറില്ലെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമ്മുടെ അപ്പാനി എന്നിട്ട് പറയുന്നുണ്ട് അനുവിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് അനു ഗെയിമിലായാലും എന്തായാലും അനു എന്തെങ്കിലും ചെയ്താൽ നമ്മളൊക്കെ അനുവിന്റെ കൂടെ നിൽക്കണം. അതായത് അനുവിനെ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്തിരിക്കണം, അനു പറയുന്ന കാര്യങ്ങൾ സമ്മതിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ദേഷ്യമാണ് എന്ന രീതിയിലേക്കാണ് നമ്മുടെ അപ്പാനി പറഞ്ഞത്. സോറി, അപ്പാനി പറഞ്ഞത് കേട്ടോ, തെറ്റിപ്പോയി. അപ്പിന്നുള്ളൊരു പേര് അവിടെ ഓൾറെഡി ഒരാക്കിയിട്ടുണ്ട്, എന്തായാലും തെറ്റിപ്പോയി അപ്പാനി പറഞ്ഞത്. അപ്പൊ അത് വെച്ചോണ്ടാണ് അപ്പാനിക്ക് പിന്നെ ഓൾറെഡി ഒരു കലിപ്പിരിക്കുകയാണ്, അപ്പൊ അത് വെച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അപ്പൊ നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് ഷാനവാസ് മാത്രമാണ് അനുവിനെ സപ്പോർട്ട് ചെയ്തത്, തെറ്റാണെന്ന് പറഞ്ഞത്, ഗിസേൽ ചെയ്തത് തെറ്റാന്ന് പറഞ്ഞതെന്ന്. അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് ഗിസയില് പറയുന്ന, അതായത് ഗിസയിൽ എപ്പോഴും പറയുന്നത്, അതായത് ഈ മൊണ്ണ എന്ന് വിളിച്ചതിനെ കുറിച്ച് എന്താണ് ഷാനവാസിന്റെ അഭിപ്രായം, അങ്ങനെയാണോ എന്നുള്ള രീതിയിലാണ് ലാലേട്ടൻ ചോദിച്ചത്. അപ്പൊ നമ്മുടെ ഷാനവാസ് പറയുന്നത് എന്താന്ന് വെച്ചാല് ഷാനവാസ് ചോദിക്കുന്നുണ്ട് അനുവിന്റെ അടുത്ത് ഈ ഇപ്പോഴുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അനു പറഞ്ഞു മുമ്പ് ഉണ്ടായിരുന്നു, അതായത് അഭിലാഷ് ഒഴിച്ച് ബാക്കി എല്ലാരും ആണെന്നാണ് ആദ്യം പറഞ്ഞത്. ഇപ്പൊ ഷാനവാസിനെ കുറിച്ച് അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഷാനവാസ് പറയുന്നത് ഗിസേലിന്റെ കൂടെ പോയിരുന്ന ഗിസേൽ പറയും അനുവിന്റെ സൈഡാണ് ഷാനവാസ് എന്ന്, അനുവിന്റെ കൂടെ പോയിരുന്ന അനു പറയുന്നത് ഗിസേലിന്റെ സൈഡാണ് ഷാനവാസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനുശേഷം ലാലേട്ടൻ അക്ബറിനെ എണീപ്പിച്ചിർത്തി ചോദിക്കുമ്പോൾ അക്ബർ പറയുന്നത് ക്യാരക്ടർ ക്വാളിറ്റി നോക്കിയാണ് ആളുകളുമായിട്ട് ഇടപെടുന്നത് എന്ന രീതിയിലാണ് അക്ബർ പറഞ്ഞത്. അപ്പൊ സരിക വിളിച്ചു, അതായത് അക്ബർ നല്ല രീതിയിൽ അനുവിനിട്ട് തിരിച്ചു ഒന്ന് കൊള്ളിച്ചതാണ്. അപ്പം സരിക വിളിച്ച് ചോദിപ്പിച്ചപ്പോ സരിക പറഞ്ഞതെന്ന് പറഞ്ഞാൽ അനു അക്ബർ ആയിരുന്നു സരികയുടെ സപ്പോർട്ടേഴ്സ്. അപ്പൊ ലാസ്റ്റ് ടൈം ആയിരുന്നു അക്ബർ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തു, പക്ഷെ അനു എന്ന് പറയുന്നത് അനീഷിനെ സപ്പോർട്ട് ചെയ്തതെന്ന് എല്ലാവരും സരിക എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര വിഷമമായി എന്ന് പറഞ്ഞു, എന്നെയായിരുന്നു സപ്പോർട്ട് ചെയ്യേണ്ടത് പക്ഷെ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതിന് അനു പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന് 3 പോയിന്റേ ഉള്ളൂ, ലാസ്റ്റ് നിൽക്കുക. അപ്പം ഇവരായിരുന്നു ആദ്യത്തെ സപ്പോർട്ടേഴ്സ്, അപ്പാനിയും അനു. അപ്പൊ അവര് കാരണമായിരിക്കുമല്ലോ ഈ 3 പോയിന്റ് ആയത്, ലാസ്റ്റ് ആയത് എന്നുള്ളൊരു വിഷമം കൊണ്ടാണ് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നിയേ എന്ന രീതിയിലാണ് അനു പറഞ്ഞത്.
അപ്പൊ നമ്മുടെ അക്ബർ പറയുന്നുണ്ട് ഇപ്പൊ എന്തായാലും ടീമായി സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ടീമായി തന്നെ നിൽക്കണം. തലേ ദിവസം പോലും അനീഷിനെ കുറ്റം പറഞ്ഞ അനീഷ് ചതിച്ചെന്നും പറഞ്ഞ് കറഞ്ഞുകൊണ്ടിരുന്ന ആളായിരുന്നു, പിന്നെ പോയി സപ്പോർട്ട് ചെയ്തെന്നുള്ള രീതിയിൽ അക്ബർ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് ഞാൻ അനുവിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു, കാരണം ഞാൻ പറഞ്ഞ ഒരു കാര്യം വീണ്ടും ചെയ്തപ്പോ അത് കണ്ടുപിടിച്ച് തന്നല്ലോ, അപ്പൊ അതിനെ ഞാൻ അനുവിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അതായത് ഗിസേലിന് നല്ല രീതിക്ക് വാണിംഗ് കൊടുത്തായിരുന്നു കഴിഞ്ഞ വട്ടം. അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്, എല്ലാവരുടെയും പോയിന്റ് പറയുന്ന ഒരു കാര്യം. അത് അനു എടുത്ത് ചെയ്തു അത് കാര്യം. അതിനാലാണ് ഇത്രയും കേട്ടത്. അത് തന്നെ ലാസ്റ്റ് അനുവിനെ സപ്പോർട്ട് ചെയ്ത് ലാലേട്ടൻ സംസാരിച്ചത്. അതെ, അപ്പൊ ഗിസയിൽ ഉടനെ പറയുന്നുണ്ട് ഞാൻ വൈപ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ എന്ന്, അത് എനിക്കൊരു വൂണ്ടുണ്ട്, അതിലിടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ നെവിൻ പറയുന്നുണ്ട് ഇവരെല്ലാം എന്നെയാ കള്ളിയാക്കി പറയുന്നത്, അപ്പോ ഇവർ ഈ ബീട്രൂട്ട് ഇതൊക്കെ കട്ടെടുത്ത് യൂസ് ചെയ്യുമ്പോൾ ഇവരും കള്ളിയടി എന്ന് പറയുമ്പോൾ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞു അതിനെ കുറിച്ച് ഞാൻ പിന്നെ സംസാരിക്കാൻ അവിടെ ഇരുത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും നാളത്തെ എപ്പിസോഡിൽ ഈ നെവിൻ എടുക്കുന്നതിനെ കുറിച്ചുള്ള കംപ്ലൈന്റ് വല്ലതും വരുമായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മൾ ലാലേട്ടൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഷാനവാസ് മാത്രമേ ഇതിന് അനുവിന് സപ്പോർട്ട് ചെയ്തിട്ട് ഈ ലിപ്സ്റ്റിക്കിന്റെ ഈ ഗിസേലിന്റെ പ്രശ്നം എടുത്ത് സംസാരിച്ചുള്ളൂ, വേറെ ആരും സംസാരിച്ചില്ല. അനുമോളെ സപ്പോർട്ട് ചെയ്ത് ഷാനവാസ് മാത്രമേ ഉള്ളൂ ഇക്കാര്യത്തിൽ എന്ന് ലാലേട്ടൻ എടുത്ത് അത് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ അനീഷ് ഒരു പോയിന്റ് പറയുന്നുണ്ട് ഗിസേലിന് ഒരു ആത്മാർത്ഥത ഇല്ലാത്ത പോലെ തോന്നി, കാരണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞിട്ടാണ് ഗിസയില് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. അതായത് മെയിൻ ആയിട്ട് പറഞ്ഞ ഈ മുറിവുണ്ട് എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ആ മുറിവ് നമുക്ക് ആർക്കും പോയി ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, അവിടത്തേക്ക് വേണ്ടിയിട്ട് വൈപ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലല്ലോ. അത് ശരിയാണ്, നമുക്ക് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് ചെയ്യാനും പറ്റില്ല. ചിലപ്പം യഥാർത്ഥത്തിൽ നല്ല മുറിവുണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നതായിരിക്കാം, നമുക്കറിയില്ല. അതായത് നല്ലൊരു ഉദ്ദേശത്തോടെ CID പണി ഏറ്റെടുത്തതാണ്, പക്ഷെ ലാസ്റ്റ് പണിയും കിട്ടി. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഗിസയില് ഇത്തവണ കിച്ചൺ ടീമിലായിരുന്നു, അപ്പൊ എല്ലാവരുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്യാനും എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത്രയും നല്ല രീതിക്ക് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് അത് എല്ലാവരിലും മനസ്സിൽ ഇടന്നിടാനും കാര്യമായി. അത് അനുവിനൊരു വീക്കായി പോയി. അതെ, അപ്പം നമ്മുടെ അഭിലാഷ് വെച്ചിട്ട് നല്ലൊരു കാര്യം പറഞ്ഞിട്ടോ. അഭിലാഷ് പറയുന്നത് എന്താന്ന് വെച്ചാൽ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുകളുണ്ട്, പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് ഈ വഴക്കുണ്ടാക്കുന്ന സമയത്ത് ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കി കയറി വന്നിട്ട് പ്രശ്നം ഗുരുതരമാക്കുന്ന കുറച്ച് പേരുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അത് എനിക്കും തോന്നിയിട്ടുണ്ട്. എനിക്ക് അത് ശരിക്കും തോന്നിയിട്ടുള്ള ആരൊക്കെയാന്ന് വെച്ചാൽ നമ്മുടെ അക്ബർ ഷർത്തുണ്ടല്ലോ, അതായത് അപ്പാനിയുടെ നമ്മുടെ ഈ ഷർത്ത് എന്ന് പറയുന്നത് അക്ബറിന്റെ ടൂളായിട്ടാണ് മാറുന്നത്. അത് നിങ്ങൾ ഇന്ന് ശ്രദ്ധിച്ചാലും അറിയാം, ഇനി വരുന്ന ടാസ്കുകളിലാണെങ്കിലും എല്ലായിടത്തും നമ്മുടെ അക്ബർ മുന്നിട്ട് നിൽക്കുകയാണ്, ഷരത്ത് താന്ന് നിൽക്കാണ്. അത് എല്ലാ സീസൺ എടുത്ത് നോക്കിയാലും പറയാം, ഈ ടീമായിട്ട് നിന്ന് കളിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണ്. ഒരാള് ഭയങ്കര ഹീറോ ആയിരിക്കും, ഒരാള് ഭയങ്കര അതിന് താഴെ ആയിരിക്കും. എത്രയൊക്കെ ആള് ഗെയിം കളിച്ചാലും പൊങ്ങി വരാൻ പറ്റില്ല. അപ്പൊ അതേപോലെ തന്നെ അക്ബറിന്റെ ടൂളായിട്ടാണ് ഇപ്പൊ നമ്മുടെ ഷരത്ത് മാറിക്കൊണ്ടിരിക്കുന്നത്. ഈവൻ ഇനിയിപ്പോ ഒരു ടാസ്ക് വരുന്നുണ്ട്, ഒരു സ്റ്റാറിന്റെ ഒരു ടാസ്ക് വരുമ്പോ പോലും ഇവര് അപ്പാനി ഇരുന്ന് അക്ബറിനോട് ചോദിക്കുകയാണ്, ഡിസ്കസ് ചെയ്യാണ് എല്ലാ കാര്യവും. അക്ബറിന്റെ എന്താണോ അക്ബറിനുള്ളത് അതാണ് ശരത്തിന്റെ വായിൽ നിന്ന് വരുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ലാലേട്ടൻ തിരിച്ചു പറയുന്നുണ്ട് അനുവിനെ പോലെ ഇനിയും ആൾക്കാരെ CID-കളാവട്ടെ, ഇനിയും നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ലാലേട്ടൻ പണിപ്പുര ടാസ്കില് റാങ്കിങ് ടാസ്കില് നിങ്ങൾ എങ്ങനെ ഗെയിം കളിച്ചു എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട്. അത് അനീഷിന്റെ അടുത്താണ് ചോദിക്കുന്നത്. അപ്പൊ അനീഷ് എണീറ്റ് പറയുന്നുണ്ട് ഞാൻ ജെന്യൂൻ ആയിട്ടാണ് നിന്നത്, ജെന്യൂൻ ആയിട്ടാണ് കളിച്ചത്, എനിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ ലാലേട്ടൻ അത് ബ്രേക്ക് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അഖിൽമാരാറിന്റെ അറിയാവോ, അതേപോലെ ഫസ്റ്റ് സീസണിലെ സാബുവിനെ അറിയാമോ, അവരുടെ ഗെയിം എങ്ങനെയാണെന്ന് അറിയാമോ എന്നിങ്ങനെ എടുത്തു ചോദിക്കുന്നുണ്ട്. അതായത് ഈ 5 വർഷത്തോളം ലീവ് എടുത്ത് വന്നിട്ട് ബിഗ് ബോസിന് വേണ്ടി വന്ന ഒരാളാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ലാലേട്ടൻ ചോദിക്കുന്നത്. ലാലേട്ടൻ അത് ചോദിക്കുന്ന പറഞ്ഞാൽ ഗെയിം സ്ട്രാറ്റജി, അവരുടെ ഗെയിം സ്ട്രാറ്റജി എങ്ങനെ, അവരെ ഒരു ഗെയിമിനെ സമീപിക്കുന്നത് എങ്ങനെ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അത് അനീഷിന്റെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പക്ഷെ അനീഷ് അതല്ല പറയുന്നത്, ഞാൻ ജെന്യൂൻ ആയിട്ടാണ് നിന്ന് കളിച്ചത് എന്ന രീതിയിൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാവേണ്ടെങ്കിൽ ലാലേട്ടൻ അത് പറഞ്ഞത് ഈ ടാസ്കിൽ അനീഷ് എങ്ങനെയാണ് നിന്നത്, എങ്ങനെയാണ് ഗെയിം കളിച്ചതെന്ന് നിങ്ങൾക്കറിയാം. ഒരേ കാര്യം തന്നെ 100 വട്ടം പറഞ്ഞറിഞ്ഞാണ് നിന്ന് കളിച്ചത്. അത് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും അനീഷ് അത് തന്നെ പറയുന്നത്, ഞാൻ ജെന്യൂൻ ആയിട്ടാണ് നിന്ന് കളിച്ചത്, ജെന്യൂൻ ആയിട്ടാണ് നിന്നത്, എല്ലാവർക്കും എന്നെ തോൽപ്പിക്കണമെന്നായിരുന്നു എന്നിങ്ങനെ. അപ്പോൾ ഒരു കാര്യം ചെയ്യുന്ന കുറുമ്പട മീൻസ് ഷോർട്സ് കാണാം, വീഡിയോ കാണാം എന്നിങ്ങനെ പറഞ്ഞ് ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്.
അപ്പോ ആ വീഡിയോയിൽ ആകെ നമുക്ക് കേൾക്കാൻ പറ്റുന്നത് ഈ റാങ്കിങ് ടാസ്കില് അനീഷ് കിടന്ന് ഇങ്ങനെ ബഹളം വെക്കുന്നത് മാത്രമാണ്. ഞാൻ ഒന്നാം സ്ഥാനത്തിനാക്കാനാണ്, ഒന്നാം സ്ഥാനത്ത് ഞാൻ യോഗ്യനാണ്, ഒന്നാം സ്ഥാനത്ത് ഞാൻ യോഗ്യനാണ്, അതൊരു 100 വട്ടം പറയട്ടോ. എന്നിട്ട് പറയും യു ആർ ക്രിയേറ്റിംഗ് ഡ്രാമ, യു ആർ ക്രിയേറ്റിംഗ് ഡ്രാമ. ഇതൊരു 50 വട്ടവും പറഞ്ഞു. ഇത് മാത്രമാണ് അതിൽ കാണിച്ചത്. അപ്പൊ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഞാൻ ഒന്നാമനാണ്, എന്തുകൊണ്ട് നിങ്ങൾ മാത്രമാണ് ജെനുവിൻ ആണെന്ന് പറയുന്നത്? അത് നിങ്ങളുടെ വിശ്വാസം, ബട്ട് ഒന്നാമനാന്ന് പറയാനുള്ള റീസൺ പറയൂ. അതായത് എന്തുകൊണ്ട് നിങ്ങൾ ഒന്നാമനാണ് എന്ന് പറയുന്നതിനുള്ള ക്ലെയിം അത് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അത് പോയിന്റ് ആയിട്ട് പറയുന്നില്ല. അപ്പൊ മുമ്പത്തെ സീസണിലെ എല്ലാവരും അത് പോയിന്റ് ആയിട്ട് അത് വാദിക്കുന്നുണ്ട്. ഇതിൽ അതൊന്നുമില്ല. ജസ്റ്റ് അനീഷ് എന്തൊക്കെയോ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതേ നടക്കുന്നുള്ളൂ. അത് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് കൂടി അനീഷിനത് മനസ്സിലാവുന്നില്ല. അനീഷ് വേറെന്തൊക്കെയാണ് പറയുന്നത്. അതെ, അപ്പൊ നമ്മുടെ അനീഷ് എനിക്ക് നന്നായി പറയാം, ലാലേട്ടാ ഞാൻ എന്റെ തെറ്റ് മനസ്സിലാക്കുന്നു. അപ്പൊ എല്ലാരും കൂടെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട്, ഞാൻ ഈ നമ്മുടെ എന്തായിരുന്നു പഴയ സീസണിലെ ആൾക്കാരെ അറിയാവുന്ന ചോദിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല, നേരത്തെ ഉള്ള ആരെങ്കിലും കണ്ടിട്ട് വല്ല സ്ട്രാറ്റജി ആയിട്ട് വന്നതാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. പിന്നെ നമ്മുടെ അപ്പാനിയോട് ചോദിക്കുന്നത്, അപ്പാനി എന്താ ഇതിന്റെ ഇടയിൽ അയാൾ ഒരു സ്ട്രാറ്റജിയിൽ പോണു, അതായത് നമ്മുടെ അനീഷ് ഒരു സ്ട്രാറ്റജിയിൽ പോണു, അപ്പൊ അപ്പാനി അതിന്റെ കൂടെ കയറി പിടിക്കുന്നു. അനീഷിന്റെ ഒരു സ്ട്രാറ്റജിയിൽ പോകൂ, അല്ലാതെ ഈ അനീഷ് പോകുന്നതിന്റെ കൂടെ ഈ അപ്പാനി കയറി പോവാതെ എന്ന് പറഞ്ഞ് ലാലേട്ടൻ ഇന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പാനി. എന്നിട്ട് നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് ഷാനവാസ് മാത്രമാണ് കറക്റ്റ് ആയിട്ട് അനീഷിനെ ഡീൽ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം ഷാനവാസ് വന്നിട്ട് പറയുന്നുണ്ട്, അനീഷ് ഗെയിം മനസ്സിലാക്കി ഞാൻ മാറി, അതായത് അനീഷിന്റെ ഗെയിം മനസ്സിലാക്കി ഷാനവാസ് മാറി എന്ന് പറയുന്നുണ്ട്. അനീഷ് ഒരു നല്ല മനുഷ്യനാണെന്നും നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് കേട്ടോ. ഇത് ഗെയിം ആണെന്ന് മനസ്സിലാക്കി നിൽക്കുന്നത് കൊണ്ട് അനീഷിന്റെ ആ ഒരു സ്ട്രാറ്റജിയിലേക്ക് ഞാനും മാറി എന്ന് പറഞ്ഞു. അതായത് അനീഷിന്റെ ഗെയിം ഫസ്റ്റ് ആയിട്ട് തന്നെ ആകെ ഷാനവാസിന് പിടിയിട്ട്, അപ്പൊ സംസാരിക്കേണ്ട അടുത്ത് മാത്രം അനീഷിനെ അതിന് വിട്ടിട്ട് ബാക്കിയുള്ള അടുത്ത് ഞാൻ ടാക്കിൾ ചെയ്യാറുണ്ട് എന്ന് ഷാനവാസ് നല്ല രീതിക്ക് അത് സംസാരിച്ചു വെച്ചിട്ടുണ്ട്. അതെ, അപ്പൊ നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് നമ്മുടെ ഷാനവാസ് നല്ലൊരു ക്യാപ്റ്റൻ ആണെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ലാസ്റ്റ് അനീഷ്, അതായത് ഈ റാങ്കിങ് ടാസ്കിൽ ലാസ്റ്റ് ഷാനവാസ് പറയുന്നുണ്ട്, അനീഷ് എന്തെങ്കിലും ചെയ്തിട്ട് അനീഷിന്റെ വഴിക്കും നമുക്ക് നമ്മുടെ രീതിയിൽ ബാക്കി ചെയ്യാന്ന് വേറെ നമ്മുടെ ഷാനവാസ് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഇടയിൽ ഷാനവാസ് പറയുന്നുണ്ട്, അക്ബർ ഇതിന്റെ ഇടയ്ക്ക് കളിച്ച് സെൽഫിഷായിട്ട് കളിച്ച് ടാസ്ക് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന രീതിയിലും പറയുന്നുണ്ട്. അത് അക്ബറിനെ അത് പിടിച്ചില്ല, അപ്പോഴേ അക്ബർ കൈ പൊക്കിയായിരുന്നു. അപ്പം നമ്മുടെ നെവീനും പറയുന്നുണ്ടായിരുന്നു കേട്ടോ, അത് എന്തോ ഒരു പോയിന്റിന്റെ കാര്യമൊക്കെ നെവിനും അതിനെ കുറിച്ച്. അതായത് നെവിൻ പറയുന്നതെന്ന് പറഞ്ഞാൽ എന്റെ 10 സെക്കൻഡ് കളഞ്ഞതെന്ന് പറഞ്ഞത്. അതിന് മുമ്പും പറഞ്ഞായിരുന്നു 10 സെക്കൻഡ് കളഞ്ഞെന്ന് പറഞ്ഞ് നോമിനേറ്റ് ചെയ്തായിരുന്നു. അത് ആ സമയം എനിക്ക് പെട്ടെന്ന് അത് കത്തിയില്ല, ഇപ്പോഴാണ് അത് മനസ്സിലായത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് റാങ്കിങ് ടൈമില്ല ഒരു ടൈം ഉണ്ടല്ലോ, അത് അത് ഇവർ അക്ബറും അപ്പാനിയും എല്ലാം കൂടി ചേർന്നിട്ട് ബ്ലോക്ക് ചെയ്ത്, അതായത് ഷാനവാസ് പറഞ്ഞായിരുന്നു എന്തെങ്കിലും ചെയ്യട്ടെ, ഫസ്റ്റ് റാങ്ക് എന്നാൽ പോട്ടെ, നമുക്ക് ബാക്കിയുള്ളതിൽ പിടിക്കാം, പോയിന്റ് പിടിക്കാം എന്നുള്ളത്. ഇപ്പം ഒരാൾ ടാസ്ക് പെർഫോം ചെയ്യാനുള്ള ആ ടൈം കളയുകയാണ്. അത് നെവിന് നഷ്ടമായത് അക്ബർ കാരണമാണ് എന്നും പറഞ്ഞാണ് അക്ബറിനെ നോമിനേറ്റ് ചെയ്തത്. അതാണ് നെവിൻ പറയുന്നത്. അപ്പൊ നമ്മുടെ അക്ബർ എണീറ്റ് എന്ന് പറയുന്നുണ്ട്, അതായത് ഈ അക്ബറും ഷാനവാസും തമ്മിൽ ഒരു കോൾഡ് വാർ ഉള്ളിൽ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഷാനവാസ് എന്തെങ്കിലും പറഞ്ഞാൽ അക്ബർ അതിന് അപ്പ് തന്നെ ചാടി എണീറ്റ് അതിനുള്ള മറുപടി എടുക്കും. അപ്പം അക്ബർ പറയുന്നത് എന്താന്ന് വെച്ചാൽ നെവിൻ പറയുന്നൊന്നും അക്ബറിന്റെ മനസ്സിലേ ഇല്ല കേട്ടോ, ഷാനവാസ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ അക്ബർ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നെവിൻ ഞാന് സെൽഫിഷ് ആയിരുന്നെങ്കിലും ഞാൻ പണിപ്പുരയിൽ ഫസ്റ്റ് നമ്മുടെ അക്ബർ ഒറ്റയ്ക്ക് പോയ സമയത്ത് ഞാൻ എല്ലാവരും ഫുഡ് വേണമെന്ന് പറഞ്ഞ് ഇവരുടെയൊക്കെ വാക്ക് കേട്ടിട്ട് ഞാൻ പോയി ഫുഡ് എടുക്കട്ടെ, അത് ഞാൻ ചെയ്യില്ലായിരുന്നു. അപ്പോൾ ഷാനവാസ് പറഞ്ഞ സെൽഫിഷ് എന്നുള്ള വാക്ക് പിൻവലിക്കണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം എന്നിട്ട് പറയുന്നുണ്ട്, ഞാനൊരു ഗെയിമിന്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് കൊടുക്കുക, അതായത് പെർഫോമൻസ് നോക്കിയിട്ട് റാങ്ക് കൊടുക്കാന്നാണ് കരുതിയത്, അല്ലാതെ എനിക്ക് അനീഷിനോടുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ടിട്ടല്ല. അത് മാത്രമല്ല ബാറ്ററിയുടെ ഇതുണ്ട് കൂടിയുണ്ട്, ഒരു ഗ്രീൻ കളർ ബാറ്ററി ഉണ്ടായിരുന്നു. അപ്പൊ ആ ബാറ്ററിയുടെ ഗ്രീൻ കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും നോമിനേഷനിൽ സേഫ് ആകുമെന്ന് കരുതിയിട്ടൊക്കെയാണ് എന്നാണ് നമ്മുടെ അക്ബർ പറയുന്നത്. അപ്പൊ നമ്മുടെ ഗിസയിൽ വന്നിട്ടും പറയുന്നുണ്ട്, ഈ ബാറ്ററി കൊടുക്കുമ്പോൾ ഇവര് കരുതി നോമിനേഷൻ സേഫ് ആകുമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിന്റെ അഡ്വാൻറ്റേജ് കിട്ടുമെന്ന് കരുതി, അതുകൊണ്ടാണ് ഇവര് അനീഷിന് കൊടുക്കാത്തതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആര്യൻ എണീറ്റ് പറയുന്നുണ്ട്, ബിഗ് ബോസിന്റെ കപ്പ് ആര് എടുത്തു കൊടുക്കത്തില്ലല്ലോ, നമ്മൾ സ്വയം ഏൺ ചെയ്തെടുക്കേണ്ടതാണ്, അപ്പൊ അത് അങ്ങനെ നടക്കത്തില്ല, അത് പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ആര്യൻ നല്ല രീതിക്ക് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഓരോരുത്തർ അനീഷിനെ പറ്റി ഓരോന്ന് പറയുന്നുണ്ട്, അവരുടേതായ അഭിപ്രായങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത്രയും പറഞ്ഞു കൊടുത്തിട്ട് ലാലേട്ടൻ ഇവരെ ഓരോരുത്തർ വെച്ചിട്ടും സംസാരിച്ച് ലാലേട്ടനായിട്ടും പറഞ്ഞു കൊടുത്ത ട്രാക്ക് മാറ്റി, ഗെയിമിന്റെ ട്രാക്ക് മാറ്റാനും വീഡിയോ വരെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ ചെയ്യരുത്, ഇനി വേറൊരു സ്ട്രാറ്റജി പിടിക്കുക, അല്ലെങ്കിൽ
വേറെ രീതിക്ക് ഗെയിം കളിക്കും, നല്ല രീതിക്ക് ഗെയിം കളിക്കും എന്ന് പറഞ്ഞു കൊടുത്ത് ലാസ്റ്റ് അനീഷ് പറയുന്നത് ഈ വീട്ടിലെ ഏറ്റവും സത്യസന്ധമായിട്ടും ജെന്യൂൻ ആയിട്ട് ഇരിക്കുന്ന വ്യക്തി ഞാനാണ്, ഇങ്ങനെ തന്നെ പോകാനാണ് പ്ലാൻ എന്നിങ്ങനെ ലാലേട്ടൻ പറഞ്ഞു. അപ്പൊ ഉടനെ പറഞ്ഞു സ്വന്തമായിട്ട് പറയല്ല വേണ്ടത്, മറ്റുള്ളവർക്കാണ് ജെന്യൂൻ ആയിട്ട് തോന്നേണ്ടത്, അവരാണ് പറയേണ്ടത് എന്ന് പറയുന്നു ലാലേട്ടൻ. അപ്പൊ എല്ലാരും കൂടി നല്ല കൈ അടിക്കുന്നുണ്ട്. അത് പറഞ്ഞത് പോയിന്റ് ആണല്ലോ, മറ്റുള്ളവർക്കല്ലേ തോന്നുന്നത്. അതായത് എനിക്ക് തോന്നുന്നു അനീഷ് ഈ ഒരു ട്രാക്കിൽ തന്നെ പോകാനാണ് കേട്ടോ പ്ലാൻ. അതായത് അനീഷ് വിചാരിക്കുന്നത് ഈ ഒരു ട്രാക്കിൽ പോകുമ്പോഴാണ് എല്ലാവരും അനീഷിനെതിരായിട്ട് ഒറ്റപ്പെട്ട് അനീഷിനെ നിൽക്കാൻ പറ്റുന്നത്, അതിലാണ് ഗെയിം വിജയിക്കുന്നത് എന്നും പറഞ്ഞിട്ടാണ് അനീഷ് നിൽക്കുന്നത് കേട്ടോ. ഇനിയിപ്പം അനീഷിന് ഇപ്പം അഖിൽമാരാറിനെ കുറിച്ച് പറഞ്ഞതും സാബുവിനെ കുറിച്ച് പറഞ്ഞതും അല്ലെങ്കിൽ അവരുടെ സ്ട്രാറ്റജി കണക്ക് യൂസ് ചെയ്യാൻ പറഞ്ഞത് ഒന്നും മനസ്സിലാവാനായിട്ടല്ല, എല്ലാം മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ആൾ ഈ ഒരു സ്ട്രാറ്റജി പിടിച്ചിട്ടുണ്ട്. അതായത് ആള് മെയിൻ ആയിട്ട് കാണിക്കുന്നത് ഞാൻ ജെനുവിൻ ആണ് എന്ന് പ്രേക്ഷകരിൽ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് പറയുന്ന പോലെ തോന്നി. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റോർ റൂമിൽ ഇവർക്ക് ഏറ്റവും നല്ല പെർഫോമൻസ് ഈ ആഴ്ചത്തെ സ്റ്റാർ പെർഫോമർ ആരാന്ന് തെരഞ്ഞെടുക്കാൻ വേണ്ടി, അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആളെ സെലക്ട് ചെയ്യുക. അതായത് ഒരു വൈറ്റ് ബോർഡ് വെച്ചിട്ടുണ്ട്, അതിലെല്ലാവരുടെയും ഫോട്ടോ വെച്ചിട്ടുണ്ട്, അതിൽ ഒരു സ്റ്റാറും നമുക്ക് ഇഷ്ടമുള്ള ആൾക്ക് കൊണ്ടുപോയി വെക്കാം, റീസണും പറയാന്നുള്ളതായിരുന്നു കേട്ടോ. അതിലപ്പോ ആദ്യമേ തന്നെ അനീഷ് വന്നിട്ട് നമ്മുടെ ഷാനവാസിനായിരുന്നു കേട്ടോ കൊടുക്കുന്നത്. അതായത് ക്യാപ്റ്റൻ, നല്ലൊരു ക്യാപ്റ്റൻ ആയിരുന്നു. ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഈ ആഴ്ചയിൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഉണ്ടായിട്ട് നല്ല രീതിക്ക് ടാക്കിൾ ചെയ്ത് എന്നാണ് ഷാനവാസിനെ പറഞ്ഞത്. അതിന് തൊട്ടു മുമ്പ് അനീഷ് ഷാനവാസായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. അതെ. പിന്നെ അടുത്ത അഭിലാഷ് വന്നിട്ട് ഗിസേലിനാണ് കേട്ടോ പറഞ്ഞത്. അത് ഇത് തന്നെ നല്ല രീതിക്ക് ഗെയിം കളിച്ച് അതേപോലെ ഹ്യൂമാനിറ്റി നല്ല രീതിക്ക് കീപ്പ് ചെയ്യുന്നു എന്ന രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഷാനവാസും വന്നിട്ട് ഗിസേലിനാണ് പറഞ്ഞത്, സെയിം ഇത് തന്നെ. പിന്നെ ഫുഡ് സെക്ഷൻ നല്ല രീതിക്ക് മാനേജ് ചെയ്തു, നല്ല രീതിക്ക്. കാര്യം ഗിസേലിന് മാത്രം നല്ല രീതിക്ക് ഫുഡ് വെക്കാൻ പറ്റുള്ളൂ, നല്ല രീതിക്ക് അതുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റി കേട്ടോ പുള്ളിക്കാരിക്ക്. പിന്നെ നമ്മുടെ ആദിൽ നൂറ് വന്നിട്ടും അനീഷിനെയാണ് കൊടുത്തത്. അത് ടാസ്ക് എവിക്ഷൻ ടാസ്ക് ഉണ്ടല്ലോ, സസ്പെൻഷൻ ടാസ്ക്, അതിൽ നല്ല രീതിക്ക് പെർഫോം ചെയ്തു. കാര്യം ഏറ്റവും താഴെ കടന്നു പെട്ടെന്നാണ് ആള് ചാടി ഒറ്റയ്ക്ക് ടാസ്ക് ചെയ്ത് വന്നത്, അതെല്ലാവർക്കും നല്ല. പിന്നെ സരികയും അനീഷിനാണ് കേട്ടോ കൊടുത്തത്. അതായത് പ്രോബ്ലം, അത് അനീഷ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് അവിടെ വെച്ചും തീർക്കും, പിന്നെ അടുത്തതിലോട്ട് പോകത്തില്ല എന്ന ഒരു നല്ലൊരു പ്ലസ് പോയിന്റ് അത്. പിന്നെ അത് പറഞ്ഞിട്ടാണ് സരിക ഇത് ചെയ്തേക്കുന്നത്. അനീഷിനാണ് കേട്ടോ കൊടുത്തത്. അത് തന്നെ ജയിൽ ടാസ്കിൽ നല്ല രീതിക്ക്, ഞാൻ ഇന്നലെയും പറഞ്ഞായിരുന്നു, ജയിൽ ടാസ്കിൽ നല്ല രീതിക്ക് അനീഷ് രേണുസുതിയെ പ്രോത്സാഹിച്ചു, അതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി കേട്ടോ. അപ്പൊ അത് നല്ല പുള്ളിക്കാരുടെ മനസ്സിലും തോന്നിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ അത് വെച്ചിട്ടാണ് പുള്ളിക്കാരി ചെയ്തത്. പിന്നെ ബിൻസി വന്നിട്ട് നമ്മുടെ അപ്പാനി ശരത്തിനാണ് കേട്ടോ കൊടുത്തത്. അത് നല്ല രീതിക്ക് പ്രതികരിക്കുന്നുണ്ട്, പക്ഷെ ഈ പ്രതികരണം ഇച്ചിരി കൂടുതലായിട്ട് ഞങ്ങളുടെ അഭിപ്രായം പ്രതികരണം കൂടി പോകുന്നുണ്ട്. പിന്നെ അതേപോലെ അതെ, പിന്നെ ജെന്യൂൻ ആണ്, അത് നമ്മളും പറഞ്ഞിട്ടുണ്ടല്ലോ, ആള് ജെന്യൂൻ ആണ്. അത് ടാസ്കിൽ നല്ല രീതിക്ക് 100% ഈ ആഴ്ച നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ റിസൾട്ട് വരുമ്പം 0 ആണെങ്കിലും ആള് നല്ല രീതിക്ക് 100% കൊടുത്ത് തന്നെയാണ് ടാസ്ക് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ ശരത്ത് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിരുന്നെങ്കിൽ ഇത്രയും ഹേറ്റേഴ്സ് വരില്ലായിരുന്നു കേട്ടോ. ഈ അക്ബറിനെ ഇഷ്ടമില്ലാത്ത കുറെ പേര് നമ്മുടെ ശരത്തിനോട് ദേഷ്യം വരുന്നുണ്ട്. അതായത് ടീമായിട്ട് നിന്ന് എപ്പോഴും ഇങ്ങനെയൊക്കെ തന്ന, അല്ലെങ്കിൽ രാജാവായിരിക്കണം ആള് ഈ നമ്മുടെ ബിഗ് ബോസിന്റെ. അതെ. അപ്പൊ പിന്നെ ആരെയും പറഞ്ഞത് ഗിസേലിനാണ് കേട്ടോ. അത് നല്ല പെർഫോം ചെയ്യുന്നുണ്ട്, നല്ല ഗെയിം ഉണ്ട്, നല്ലൊരു കഴിവുണ്ട് എന്നുള്ള രീതിയിലാണ്. അനുവും നമ്മുടെ അനീഷിനാണ് പറഞ്ഞത്. അത് തന്നെ നല്ലൊരു ഗെയിമറാണ് എന്നുള്ള രീതിയിലാണ്. ശൈത്യയും നമ്മുടെ ആര്യനെയാണ് കേട്ടോ പറഞ്ഞത്. പേഴ്സണാലിറ്റി അതാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ബാൻഡ് ഇതുവരെയ്ക്കും ആള് മിസ്സാക്കിയിട്ടില്ല, അതാണ് നല്ല ഗെയിമറാണ്, ഇതുവരെയ്ക്കും ആർക്കും പോയിട്ടില്ല ആ ബാൻഡ്, അതാണ് പുള്ളിക്കാരി പറഞ്ഞത്. പിന്നെ വന്നിട്ട് അപ്പാനിയെ പറഞ്ഞു അത് ഗുഡ് ലിസണർ ആണ്, എല്ലാം നല്ല ഗെയിം കളിക്കുന്നുണ്ട്, നല്ല പെർഫോം ചെയ്യുന്നുണ്ട് എന്നതാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അപ്പാനി വന്നിട്ട് നമ്മുടെ ആരെയായിരിക്കും പറയുന്നത്, അക്ബറിനെ. അതെന്തോ അഭിപ്രായങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്, എല്ലാ പ്രോബ്ലത്തിലും പ്രശ്നങ്ങളിലെല്ലാം മുമ്പിൽ നിൽക്കുന്നുണ്ട്, നല്ല രീതിക്ക് സംസാരിക്കുന്നുണ്ട്, എല്ലായിടത്തും ജെന്യൂൻ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ സെയിം തന്നെയാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അക്ബർ വന്നിട്ട് ഗിസേലിനാണ് കേട്ടോ പറഞ്ഞേ. അതായത് ഞാൻ മൊണ്ണയായിട്ടൊന്നല്ല, അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ആയിട്ടൊന്നുമല്ല ഗിസേലിനെ സപ്പോർട്ട് ചെയ്യുന്നത്, നല്ലൊരു ഫുഡ് മാനേജ്മെന്റും അതേപോലെ നല്ലൊരു ഹ്യൂമാനിറ്റിയാണ് എന്നുള്ള രീതിയിലാണ് ഗിസേലിന് ചെയ്തേക്കുന്നത്. ഗിസേലിന് വന്നിട്ട് നമ്മുടെ ആര്യനെയാണ് പറഞ്ഞത്. ടാസ്ക് എല്ലാം സൂപ്പറാണ്, നല്ല രീതിക്കാണ് അത് ചെയ്തേക്കുന്നത്, അതെല്ലാം പറഞ്ഞേക്കുന്നത്. റേണ ഫാത്തിമയും ഗിസേലിനാണ് കേട്ടോ പറഞ്ഞത്. അത് തന്നെ സെയിം തന്നെ, ലീഡർഷിപ്പും ക്വാളിറ്റിയും കാര്യങ്ങളും ഗെയിമും എല്ലാം ചേർത്തിട്ട് തന്നെ പറഞ്ഞത്. പിന്നെ നമ്മുടെ നെവിനും ഗിസേലിനും സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത്, അതായത് ഏറ്റവും കൂടുതൽ സ്റ്റാർ കിട്ടിയത് നമ്മുടെ ഗിസേലിനാണ് കേട്ടോ. അപ്പം ഗിസേലിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഗിസേൽ പറയുന്നത് ഞാൻ എല്ലാവരും കെയർ ചെയ്യുന്നുണ്ട്, അത് ഓർഗാനിക് ആയിട്ട് ഞാൻ ചെയ്യുന്നത്, അല്ലാതെ ആർട്ടിഫിഷ്യൽ ആയിട്ടൊന്നും അല്ലെന്ന് പറയുന്നുണ്ട്. പിന്നെ അനീഷിനായിരുന്നു
4 സ്റ്റാർ കിട്ടിയത് കേട്ടോ. അങ്ങനെ ഗിസേലിന് ഏറ്റവും കൂടുതൽ സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. 2 ചോക്ലേറ്റിന്റെ ഒരു വലിയ ചോക്ലേറ്റിന്റെ സ്റ്റാർ ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെവിൻ അവിടെ നിന്ന് പറയുന്നുണ്ട് എനിക്കും ഗിഫ്റ്റ് വേണം എന്ന് പറയുമ്പം അപ്പം ലാലേട്ടൻ പറഞ്ഞത് എന്നാ നിനക്ക് വലിയൊരു ഗിഫ്റ്റ് ഞാൻ തരാം, ഓടിപ്പോയി പണിപ്പുരയിൽ പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പം അതായത് നെവിനെ പണിപ്പുരയിൽ ബാൻ ചെയ്തായിരുന്നല്ലോ, അപ്പൊ പോവാൻ പറയുന്നുണ്ട്. നെവിൻ പോയി ഡോർ തുറക്കുമ്പോഴത്തേക്ക് അവിടെ നമ്മുടെ റോബോ ഡോഗ് നിപ്പോണ്ടായിരുന്നു, സ്പൈക്കുട്ടൻ നിപ്പോണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ചാടി എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്, തൊടുന്ന് ഹൈ കാണിക്കുന്നു, ഇരിക്കുന്നതായിരുന്നു ഏറ്റവും വലിയ രസം. വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെ അടുത്തും ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട്. എപ്പോ വേണമെങ്കിലും സ്പൈക്കുട്ടനകത്ത് കയറാം, അതേപോലെ തന്നെ ഏത് നേരം വേണമെങ്കിലും കയറാം, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കും, ഏതിന്റെ പണി തരാനും ചാൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. 10,000 എൻട്രി ലിസ്റ്റിൽ നിന്നാണ് ഈ നെയിം 13,000 എൻട്രി ലിസ്റ്റിൽ നിന്നാണ് ഈ പേര് കണ്ടെത്തിയത്, സ്പൈക്കുട്ടൻ എന്നുള്ളത് പേര്. അത് മഞ്ജുമ ഉണ്ണികൃഷ്ണൻ എന്നൊരു കുട്ടിയുടെ ആണ് കേട്ടോ. സമ്മാനമൊക്കെ ഉണ്ട്, സർപ്രൈസ് ഉണ്ട് എന്നും പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും കൊള്ളാം സ്പൈക്കുട്ടൻ. പിന്നെ 7ന്റെ പണി തരാനും ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഇൻട്രോഡ്യൂസ് ചെയ്ത് വെച്ചിട്ട് തിരിച്ച് നമ്മുടെ സ്റ്റോർ റൂമിൽ അങ്ങ് പോയി കേട്ടോ. പിന്നെ അതിനുശേഷം 2 എൻട്രികൾ ഓട്ടോയിൽ കയറി വരുവാണ്. നമ്മളെല്ലാം കഴിഞ്ഞത് ചിലപ്പോൾ വൈറ്റ് കാർഡ് എൻട്രി വല്ല ആയിരിക്കുമോ, ഇനി ഇവർ മറ്റവർ തന്നെ അല്ല എന്നോ തോന്നിയായിരുന്നു. പക്ഷെ അവർ തന്നെയാണ്, ഒനിയലും ശാരികയും കൂടിയാണ് വരുന്നത്. ഉറക്കപ്പായെന്നൊക്കെ എണീറ്റോ വന്നാണ് കൊണ്ടായിരുന്നത്. കാര്യം അവർക്ക് മേക്കപ്പ് ഇല്ലായിരുന്നല്ലോ. ഇവരൊക്കെ മേക്കപ്പ് ഇട്ടതല്ല സുന്ദരക്കുട്ടപ്പനായിട്ടിരിക്കുക, അവര് മാത്രം ഉറക്കപ്പായെന്നൊക്കെ എണീപ്പിച്ചിട്ട് കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ ഇവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു നോക്കുമ്പോ 24 മണിക്കൂറല്ലോ, 48 മണിക്കൂറാണ് ഇവര് ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന്. അപ്പൊ നമ്മുടെ ഒണിയില് പറയുന്നുണ്ട് എനിക്ക് ജയിൽ പോലെ ആയിരുന്നു, അവസാനം ഹാലൂസിനേഷൻ ഒക്കെ വന്നിട്ട് ഞാൻ അവിടുത്തെ പൂക്കളോടൊക്കെ സംസാരിക്കാൻ തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. ശാരിക പറയുന്നുണ്ട് സ്വപ്നം പോലെയൊക്കെ കണ്ട് പിന്നെ ഭയങ്കരമായിട്ട് പേടിയായി, മൈൻഡ് ശരിയല്ലാതായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവര് വന്ന് ഇരുത്തിയതിനു ശേഷമാണ് നമ്മുടെ എവിക്ഷൻ. അല്ല അതിന്റെ ഇടയ്ക്ക് ലാലേട്ടൻ മെയിനൊരു പോയിന്റ് പറയുന്നുണ്ട്, ഈ 48 മണിക്കൂർ നടന്നത് എന്താണെന്നുള്ളതൊന്നും ഇവർക്ക് അറിയില്ല കേട്ടോ, ആ വീട്ടിൽ എന്തൊക്കെ നടന്നുണ്ട്. അപ്പം ബാക്കിയുള്ളവർക്ക് ചോദിച്ചു മനസ്സിലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാനിപ്പുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്, നമുക്ക് കണ്ടറിയാം. പിന്നെ കുറെ പേര് ഞാൻ കമന്റ്സിലൊക്കെ ഇന്നത്തെ നമ്മുടെ ഓട്ടോ വരുന്നത് പ്രമോ ഇട്ടപ്പോഴത്തേക്ക് കുറെ പേരൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവരെന്തിനാ കൊണ്ടുവന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. കാരണം പറയുന്ന ശരിയാണ്, കാരണം 48 മണിക്കൂർ ഇവരില്ലാതിരുന്നിട്ടും ഓർത്ത പോലും ഇല്ല നമ്മള്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഗെയിം കളിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. അതെ അതെ, ബിൻസിക്ക് പകരം മിക്കവാറും ഒണിയലോ അല്ലെങ്കിൽ എനിക്ക് ശാരികയ്ക്കാണ് കേട്ടോ, ശാരികയ്ക്കാണ് കൂടുതൽ ഭാഗ്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതിനുശേഷം എവിക്ഷൻ ആയിരുന്നു, എല്ലാരും നിർത്തി. അങ്ങനെ ബിൻസി എന്ന് പറയുമ്പോൾ ബിൻസി തന്നെ ഞെട്ടി. നമ്മള് പോളിട്ടയില് ശൈത്യക്കും ബിൻസിക്കും ആണ് കൂടുതലും വോട്ട് വന്നത്. അപ്പം അതിൽ ആര് പോവും എന്നൊരു ഡൗട്ടേ ഉള്ളായിരുന്നു. ഇത് ബിൻസിയാണ് പോയത്. കാര്യം ബിൻസി ഒന്ന് ആക്റ്റീവ് ആയ ഏറ്റവും ലാസ്റ്റ് ആയി, അതായിരിക്കും കാര്യം. പിന്നെ അത് മാത്രമല്ല എന്തായാലും പിന്നെ ഇടയ്ക്ക് വെച്ചൊരു വഴക്കൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ അനാവശ്യമായിട്ടുള്ള ഒരു വഴക്കൊക്കെ ആയിരുന്നു. നോമിനേറ്റ് ചെയ്തതിന്റെ പേരിൽ ആ പുള്ളിക്കാരി വഴക്കിട്ടത്. അപ്പോ ഇത്രയൊക്കെ ഉണ്ടാകുന്നുള്ളൂ. അതിൽ ബിൻസി തന്നെ പറയുന്നുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളായിട്ടാണ് ഞാനിവിടെ വന്നത്, ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ എന്ത് പറയാനാണ്, ഇത് ഗെയിമാണ്, ഗെയിം ആകുമ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലോ. എനിക്ക് തോന്നുന്നു മിക്കവാറും ഇനി ഒരു 50 എപ്പിസോഡൊക്കെ കഴിയുമ്പോൾ നേരത്തെ ഔട്ടായവരെ കൊണ്ടുവരുമല്ലോ. അപ്പൊ ബിൻസി ഇങ്ങനെ എടുത്തിട്ട് പറയുന്നുണ്ട് എനിക്ക് പോകാൻ തോന്നില്ല, എനിക്ക് ഇവിടെ നിൽക്കണം എന്ന് പറയുന്നവരൊക്കെയാണ് സാധാരണ എടുക്കാറുള്ളത്. ഇനിയിപ്പോ ബൈ ചാൻസ് വേറെ ആരും കേറി വന്നില്ലെങ്കിൽ ചിലപ്പോ ബിൻസി ഗെയിം കളിച്ചിട്ട് ഇച്ചിരി സംസാരിക്കാനൊക്കെ ഇതുണ്ടായതുകൊണ്ട് ചിലപ്പോൾ കൊണ്ടുവരാം. പിന്നെ ബിൻസിയുടെ ഒരു വീഡിയോ ഒക്കെ കാണിച്ചിരുന്നു, ബിൻസി അത് കണ്ടിട്ട് കരയുന്നുണ്ടായിരുന്നു. പക്ഷെ ആ വീഡിയോയിൽ ഒന്നും ഇല്ല കാണാൻ. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം വലിയ ഒരു ഇത് കൊടുത്തിട്ടില്ല, കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടില്ല. എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, എപ്പോഴും അപ്പാനെ അടുത്ത് കരയില് എന്ന് പറയുന്നുണ്ട്. അപ്പാനെ ഒന്നും കരയുന്നില്ല. ഈ ലാലേട്ടന്റെ മുന്നിൽ നിന്ന് ലാസ്റ്റ് ഗുഡ് ബൈ പറയുന്ന ടൈമിൽ അപ്പാനി കരയില്ലേ എന്ന് പറയുമ്പോൾ ഞാൻ നോക്കുമ്പോ അപ്പാനിയുടെ വെള്ളമൊന്നുമില്ല, എനിക്ക് കരയേണ്ടി വരൂ, എന്നെ കരയിപ്പിക്കൂ. എന്തായാലും അങ്ങനെ ഇത്രയും എവിക്ഷൻ, ബിൻസിയുടെ എവിക്ഷനോടെ എപ്പിസോഡ് കഴിയുകയാണ്. അപ്പൊ നാളെയും ഇനി പല കാര്യങ്ങളും സംസാരിക്കാനാണ് പറഞ്ഞത്. ചിലപ്പോ നാളെ ഒരു എവിക്ഷൻ കാണുമായിരിക്കുമല്ലോ, ചിലപ്പോഴേ കാണുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആരെ പോകുന്ന തോന്നുന്നത്? എനിക്ക് ഒന്നെങ്കിൽ ശൈത്യ ഉണ്ടോ? ശൈത്യ പോകുന്ന ശൈത്യ പോകുന്ന തോന്നുന്നു. എനിക്കും ശൈത്യാണ്
തോന്നുന്നതാണ് അല്ല തോന്നുന്നത്. സേഫ് ഗെയിമേഴ്സ് ആയിട്ട് എനിക്കിപ്പോ അവിടെ തോന്നുന്നത് ഷൈത്തി തോന്നുന്നുണ്ട്, ഓണിയലിന് തോന്നുന്നുണ്ട്. ഓണിയൽ പിന്നെ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെന്ന് പറയാം. അതിൽ നിറയുണ്ട് സേഫ് ഗെയിം ഉണ്ട്. അതിൽ നിന്നുള്ള ഭയങ്കര സേഫ് ഗെയിമാണ് കേട്ടോ. പക്ഷെ അവർക്ക് എന്തോ ഭയങ്കര ഭാഗ്യം ഉണ്ടെന്ന് തോന്നുന്നു. ആൾക്കാരും അധികം അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല. അകത്തുള്ളവർ പോലും അവരധികം അങ്ങോട്ട് പറയുന്നില്ല. പിന്നെ ഇന്ന് ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ 100 എടുത്ത് അതിൽ മാത്രമാണ് സംസാരിക്കാൻ, 100 ഒന്നും മിണ്ടാതെ ഇങ്ങനെ പോവാന്നും പറഞ്ഞ് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി അത് ചിലപ്പോ ചിലരുടെ മൈൻഡിലിരിക്കും. അടുത്ത ആഴ്ച അത് വെച്ച് അവര് കളിക്കാൻ തുടങ്ങും. അതെ എന്തായാലും അടുത്ത ഇനിയുള്ള ആഴ്ചയിൽ അനുവിന് കഷ്ടകാലമായിരിക്കും. എല്ലാ ആമ്പിള്ളേരെ കൂടി എല്ലാരും കൂടെ കോർണർ ചെയ്ത് അവസാനം അനുവിനെ ഒരു ഹൈപ്പിൽ കൊണ്ട് എത്തിക്കുമെന്ന് അറിയില്ല. എന്തുവേണേലും നടക്കാം. പക്ഷെ അനുവിന്റെ ഈ കരച്ചിലും ബീച്ചിലും ഒക്കെ ആണെങ്കിൽ എല്ലാവർക്കും കുറച്ച് പ്രശ്നമുണ്ട്. അനുവിന്റെ കരച്ചിലാണ് പ്രശ്നമാവുന്നത്. പിന്നെ അതേപോലെ ഈ ഒഫെൻസീവ് ആയിട്ടുള്ള വേർഡ്സും സംസാരവും ഒക്കെ, കൈ വീശുക, എന്തെങ്കിലും എടുത്തെറിയാൻ നോക്കുക, പിന്നെ നിങ്ങൾ കൊല്ലുക പിടിക്കുക എന്നൊക്കെ പറയാ, അതൊക്കെ എന്ന് പറയുന്നത്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെ ഒരു ആവറേജ് എന്ന് പറയാം ഇല്ലേ? എനിക്ക് ആവറേജ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം എന്താന്ന് വെച്ചാൽ എന്തൊക്കെയോ ചോദിച്ചു, ഒരു തണുപ്പം മട്ടിലങ്ങ് പോയ പോലെ തോന്നി. സീരിയസ് ആയിട്ടുള്ള പല കാര്യങ്ങളും സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. അതായത് ഇപ്പൊ ഈ ഗിസൈലിന് ഈ റൂള് തെറ്റിച്ചിന് നല്ലൊരു പണിഷ്മെന്റ്, ഒരു 2 ദിവസമെങ്കിലും ജയിലിൽ ഇടുക. അതേപോലെ തന്നെ നമ്മുടെ അനുവിനെ രണ്ടുപേരും പിടിച്ച് ജയിലിൽ ഇടുക. ഇന്ന് ലാലേട്ടന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യലും കാരണങ്ങളും കൊണ്ട് അടുത്ത ആഴ്ച ഗെയിം ഒന്ന് ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ടായിരുന്നു. കാരണം ഗിസൈലിന്റെ എന്തൊക്കെയെന്ന് പറഞ്ഞാലും യഥാർത്ഥ സംഭവം എന്ന് പറഞ്ഞാൽ ഗിസൈലിനെയാണ് അവിടെ ആൺകുട്ടികളായാലും പെൺകുട്ടികളിൽ കുറെ പേരും സപ്പോർട്ട് ചെയ്യുന്നത്. തെറ്റാണെങ്കിലും അത് ന്യായീകരിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ചയും ഈ ഒരു പാറ്റേണിൽ തന്നെ ഗെയിം പോകും. കാരണം ഗിസൈലിന് വലിയ പ്രശ്നമില്ല, അനുവിന് ഭയങ്കര പ്രശ്നം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അപ്പൊ അതൊന്ന് മാറിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് രസമായിരുന്നു. കാരണം ഇവരൊക്കെ അനുവിനെതിരെ തിരിഞ്ഞ അനുവിന്റെയും പോയിരുന്ന് കരയും, എന്നിട്ട് അവിടെ ഇവിടെ മാറിയിരുന്ന് കരഞ്ഞുകൊണ്ട് പറയും എന്നുള്ളതല്ലാതെ ഓപ്പോസിറ്റ് ആയിട്ട് നിന്ന് അങ്ങനെ അധികം ഒന്നും അനു സംസാരിക്കില്ല. പക്ഷേ ഗിസൈൽ വന്നിരുന്നെങ്കിൽ ഇവരുമായിട്ട് തിരിച്ച് ഗിസൈൽ നല്ല രീതിയിൽ സംസാരിച്ചൊന്ന് കയറി വന്നേനെ. പക്ഷെ അടുത്ത ആഴ്ച ഈ രീതിയിൽ തന്നെ ഗെയിം പോകുന്നു തോന്നുന്നു. ഈ രീതിയിൽ മോശമായിട്ടായിരിക്കും പോകാൻ എനിക്ക് തോന്നുന്നത്, അനുവിന്റെ ഈ കരച്ചില് കാരണം. വേറെ ഒന്നുമില്ല. അപ്പൊ എന്തായാലും നാളത്തെ ഇനി ലാലേട്ടന്റെ എപ്പിസോഡിന് കാത്തിരിക്കാം, എവിക്ഷൻ ആരാന്ന് നോക്കാം. അപ്പൊ അതേപോലെയുള്ള റിവ്യൂവും കാര്യങ്ങളായിട്ട് നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ബിഗ് ബോസ് റിയാക്ഷൻ റിവ്യൂ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക. എന്നാലും വീഡിയോ ഇട്ട ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിലൂടെ അറിയിക്കുക, നിങ്ങൾ ആര് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അറിയിക്കുക. അതുപോലെ നമ്മുടെ എന്തെങ്കിലും തെറ്റുകുറവുണ്ടെങ്കിൽ അതും അറിയിക്കുക. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.